സ്നേഹമുള്ളവരെ, വലിയ സന്തോഷത്തോടു കൂടെയാണ് സ്വർഗരാജ്ഞിയുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗരാജ്ഞിയായ പരിശുദ്ധാമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമാവുമ്പോഴാണ് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക. ഈ തിരുനാളിന്റെ പ്രത്യേകത അങ്ങനെയാണ്. സ്വർഗത്തിന് പരിശുദ്ധ അമ്മയോട് തോന്നിയ വലിയ ഇഷ്ടമാണ് സ്വർഗരാജ്ഞിയുടെ തിരുനാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തിയോളജിക്കലായിട്ട് കുറെ കാര്യങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയെ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും ഒരുപോലെ ഇഷ്ടം തോന്നാണ്. അവർക്ക് 3 പേർക്കും ഇഷ്ടം തോന്നിയപ്പോഴാണ് സ്വർഗത്തിന്റെ ഒരു സന്തോഷമായ കിരീടം, ഏറ്റവും രാജകീയമായ കിരീടം ഇങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് ചാർത്തി കൊടുക്കുന്നത്. ആ തിരുനാളിന്റെ സന്തോഷം, നമ്മളെ സംബന്ധിച്ച സന്തോഷം എന്താണ്? നമ്മൾ അമ്മയുടെ മക്കളാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ഗിഫ്റ്റില് നമ്മൾ കൂടെ പങ്കാളികളാണ്. ഇപ്പൊ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന കിരീടം അത് നമുക്കും കൂടെ അവകാശപ്പെട്ടതാണ്. നമുക്കറിയാലോ, അമ്മയുടെ സ്വത്തും അമ്മയുടെ കാര്യങ്ങളൊക്കെ മക്കൾക്കാണ്. അമ്മയുടെ പൊക്കിൾക്കുടിയിൽ നിന്നുള്ള ബന്ധമാണ് നമുക്ക്. അപ്പൊ അതേ ബന്ധം തന്നെയാണ് നമുക്കും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ തിരുനാളിന് ഇത്രയും സന്തോഷത്തോടു കൂടെ നമ്മൾ ആയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഉത്തമഗീതത്തിലാണ് അത് പറയുന്നത്. ഉത്തമഗീതത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവളുടെ ഉദരത്തിൽ നീയുണ്ട്, ഉദരത്തിൽ നീയുണ്ട്. അപ്പൊ ഈ തിരുനാളില് ഇന്ന് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ ഈ അമ്മയുടെ രാജ്ഞിത്വ തിരുനാൾ ഏറ്റെടുത്ത് അമ്മയുടെ മകനായും അമ്മയുടെ മകളായും ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മയുടെ ഉദരത്തിന്റെ ഭാഗമായി നീ മാറും. അപ്പൊ നമുക്ക് ആ ഒരു ചിന്തയോടുകൂടെ വേണം ഇന്ന് മുതൽ ജീവിക്കാൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ വിരൽ തുമ്പ് പിടിച്ച് ജീവിക്കുന്നവരാകാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ദിവസമാണ് ഈ സ്വർഗരാജ്ഞിയുടെ തിരുനാൾ ദിവസം. ഇനി നമുക്ക് ഈ തിരുനാളിന് ആത്മീയമായിട്ട് ഒരുങ്ങുന്ന സമയത്ത് പരിശുദ്ധ അമ്മ അച്ഛന് തന്നിട്ടുള്ള ഒരു വലിയ ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ അടുത്ത ക്യൂൺഷിപ്പ് വരെ, എന്ന് പറഞ്ഞാൽ അടുത്ത ഓഗസ്റ്റ് 22 വരെ ചൊല്ലാനുള്ള ഒരു പ്രാർത്ഥന പരിശുദ്ധ അമ്മ കഴിഞ്ഞ രാത്രി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥന എഴുതിയെടുക്കണം. എഴുതിയെടുത്ത് നിങ്ങൾ ഡെയിലി ഈ പ്രാർത്ഥന ഉണർന്നാൽ ഉടനെ നിങ്ങൾ ചൊല്ലണം. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ അച്ഛന് ബോധ്യം തന്നിട്ടുള്ളത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവായ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം പറയണം. പിതാവായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം പിതാവായ ദൈവമേ, അങ്ങേനിലേക്ക് എഴുന്നള്ളി വരണമേ. പിതാവായ ദൈവമേ, അങ്ങേനിലേക്ക് എഴുന്നള്ളി വരണമേ. പിതാവായ ദൈവമേ, അങ്ങേനിലേക്ക് എഴുന്നള്ളി വരണമേ. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അടുത്ത വരിയായിട്ട് പറയുന്നത്, അങ്ങയുടെ പ്രിയ മകളായ സ്വർഗരാജ്ഞിയുടെ മാധ്യസ്ഥത്തിന്റെ, ശക്തമായ മാധ്യസ്ഥത്തിന്റെ, അങ്ങനെയാണ് ആ വചനം അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെയാണ്? സ്വർഗരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്താൽ എനിക്ക് ഹൃദയ സമാധാനവും സന്തോഷവും നൽകാൻ എഴുന്നള്ളി വരണമേ. ഇങ്ങനെ 3 പ്രാവശ്യം പറയണം. എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങനിലേക്ക് എഴുന്നള്ളി വരണമേ. പിതാവായ ദൈവമേ, അങ്ങനിലേക്ക് എഴുന്നള്ളി വരണമേ. പിതാവായ ദൈവമേ, അങ്ങനിലേക്ക് എഴുന്നള്ളി വരണമേ. അതിനുശേഷം അങ്ങയുടെ പ്രിയ മകളായ പരിശുദ്ധ ദൈവമാതാവിന്റെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ, അല്ലെങ്കിൽ സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ, അതാണ് വലിയ പ്രാധാന്യമുള്ളത്. അങ്ങനെയാണ് പറഞ്ഞത്, ശക്തമായ മാധ്യസ്ഥം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശക്തമായ മാധ്യസ്ഥത്താൽ ഹൃദയ സമാധാനവും സന്തോഷവും എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവും 3 നന്മ പറഞ്ഞവരും. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്, സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ സ്വർഗരാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 7 ദിവസങ്ങൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ പ്രാർത്ഥിച്ചത്. അതങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഒരു സാക്ഷ്യമായിട്ട് പുതിയ മാർപ്പാപ്പ, നമ്മുടെ ഇപ്പോഴത്തെ ലയോ 14-ാമൻ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസത്തിലെ വലിയ ജനതയോട് പറയാണ്, നിങ്ങൾ ഈ വർഷം ക്യൂൻഷിപ്പ് ഏറ്റെടുക്കണം, സമാധാനത്തിന് വേണ്ടി, യുക്രൈനിലെ സമാധാനത്തിന്, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാം. നിങ്ങളവർ ഈ കാര്യമാണ്, നിങ്ങൾ വീഡിയോ ഒക്കെ, നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ അറിയാം, അതിലിങ്ങനെ പരിശുദ്ധ അമ്മ ഇങ്ങനെ വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്, എൻ്റെ മക്കൾക്ക് ഹൃദയ സമാധാനം നൽകും. അപ്പൊ നിങ്ങളിങ്ങനെ പറയണം, ഒരു സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞവരെയും പ്രീതസ്തുതിയും വെച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിന്റെ ഈശോയുടെ പാപങ്ങൾ, അത് നമ്മൾ ഇതിൽ ചെല്ലുന്നത് പോലെ അങ്ങനെ പ്രാർത്ഥിക്കാം. അടുത്ത വരി ഇങ്ങനെയാണ്: പുത്രനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പുത്രനായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പുത്രനായ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം പറയണം. അതിനുശേഷം പുത്രനായ ദൈവമേ, അങ്ങനിലേക്ക് എഴുന്നള്ളി വരണമേ. പുത്രനായ ദൈവമേ, അങ്ങനിലേക്ക് എഴുന്നള്ളി വരണമേ. പുത്രനായ ദൈവമേ, അങ്ങനിലേക്ക് എഴുന്നള്ളി വരണമേ. ഇങ്ങനെ പറഞ്ഞിട്ട് പരിശുദ്ധ മറിയത്തിന്റെ, അതുകൊണ്ട് പുത്രനായ ദൈവമേ, അങ്ങയുടെ പ്രിയ മാതാവായ സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന്റെ
ശക്തമായ മാധ്യസ്ഥത്താൽ എൻ്റെ ജീവിതത്തിൽ സൗഖ്യവും കൃപകളും നിറയ്ക്കണമേ. നമുക്ക് സൗഖ്യത്തിന് വേണ്ടവരാണ്. ഒരുപാട് സൗഖ്യവും കൃപയും പരിശുദ്ധ മറിയം വഴി നൽകും. ഇങ്ങനെ 3 പ്രാവശ്യം പറയണം. അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ പറയും, ത്രിത്വസ്തുതി ഓയിൻഡീശോയെ. ഇനി അടുത്തത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ആരാധിക്കുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം പറയണം. അതിനുശേഷം പരിശുദ്ധാത്മാവായ ദൈവമേനിലേക്ക് എഴുന്നള്ളി വരണം എന്ന് പറയണം. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ ഇഷ്ടദാസിയായ സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എന്നിൽ ആത്മീയ അഭിഷേകവും ആത്മീയ ഉണർവും നൽകി മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് നിയോഗം? അങ്ങനെ 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ ഇഷ്ടദാസിയായ സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എന്നിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളും അഭിഷേകവും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപയും എനിക്ക് നൽകണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞതിന് ശേഷം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വായിച്ച് 12 വെളിപാട് 12 വായിച്ചു തീർക്കണം. ഇതാണ് പരിശുദ്ധ അമ്മ സ്വർഗരാജ്ഞി അച്ഛനോട് ഈ ദിവസങ്ങളിൽ ചൊല്ലാൻ പറഞ്ഞത്. അച്ഛൻ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈ പ്രാർത്ഥന ആരംഭിക്കണം. ഇങ്ങനെ പ്രാർത്ഥന കഴിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടാൻ ചോദിച്ചാൽ പരിശുദ്ധ അമ്മ അച്ഛനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ മോനെ നീ ചെസ് കളി കണ്ടിട്ടില്ലേ? ചെസ് കളിയിൽ രാജാവും രാജ്ഞിക്കും ഒരുപാട് പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ഈ കാലാളിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് രാജ്ഞി രാജാവാണ്. പിന്നെ നമുക്കറിയാം ഈ രാജാവിനെ പോണ കളങ്ങളുണ്ട്. മറ്റുള്ളവർക്കൊന്നും അങ്ങനെ എല്ലാ കളങ്ങളിലും ഇപ്പൊ കാലാൾ നിങ്ങൾ ചെസ് കളിക്കുന്നവരാണെങ്കിൽ കാലാളിന് ഒരു ഭാഗം മാത്രമാണ്, ഒരു സ്റ്റെപ്പാണ് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കാര്യങ്ങൾക്കാണെങ്കിൽ കുതിരയ്ക്കാണെങ്കിൽ കുറച്ചും കൂടെ നീങ്ങാൻ പറ്റും. പക്ഷെ രാജാവിനും രാജ്ഞിക്കും കുറെ സ്ഥലത്തേക്ക് നീങ്ങാൻ പറ്റും. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നത് ഇതുപോലെയാണ്: എൻ്റെ മോൻ രാജാതിരാജനാണ്. നിങ്ങൾ കാലാളുകള് നിങ്ങൾ പരിശുദ്ധ അമ്മയോടും ഈശോയോടും സ്വർഗരാജ്ഞിയായ പരിശുദ്ധ അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത് അഭിഷേകമായി നമ്മുടെ ജീവിതത്തിൽ മാറും എന്ന് പരിശുദ്ധ അമ്മ പറയാം. അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റെടുക്കണം. ഇന്നു മുതൽ അമ്മയോട് ചേർന്ന് നന്നായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്, പരിശുദ്ധ അമ്മ തന്ന ഒരു ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മാതാവിന്റെ ക്യൂൻ മേരി എന്ന് പറയുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ക്യൂൻ ലൈവ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ക്യൂൻ പരിശുദ്ധ അമ്മ ഇങ്ങനെ രാജ്ഞിയെ പോലെ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ ലൈവായിട്ടുണ്ടാകുന്ന അച്ഛനെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ആരംഭിച്ച് നമ്മൾ ഇന്നു മുതൽ അതിന്റെ പ്രാർത്ഥനകൾ തുടങ്ങാണ്. അപ്പൊ നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഇനി ഈ ചാനലിൽ നമ്മൾ ഈ ഇടുന്ന വീഡിയോകൾ, മാതാവുമായി ബന്ധപ്പെട്ട വീഡിയോസ്, വചനവുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ മാതാവും മാതാവിന്റെ മകനും ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇതൊരു വെറുതെ ഒരു ചാനൽ എന്നതിനേക്കാൾ ഉപരി പരിശുദ്ധ അമ്മ തരുന്ന കാര്യങ്ങൾ. നമുക്ക് മീവൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. പക്ഷെ അതിലിങ്ങനെ കുറെ കാര്യങ്ങൾ, മറ്റു കുറെ കാര്യങ്ങളൊക്കെയുള്ള ചാനലാണ്. പക്ഷെ ഇത് സ്പെഷ്യലി, അങ്ങനെയാണ് മാധവ് പറഞ്ഞത്, ഇതിൽ സ്പെഷ്യലായിട്ട് പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ മാത്രം പറയുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ദൈവിക അനുഭവങ്ങൾ, പരിശുദ്ധ അമ്മയെ കണ്ടവര്, പരിശുദ്ധ അമ്മയുമായി റിലേറ്റ് ചെയ്ത ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ ഇതിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണണം, ഇത് പ്രചരിപ്പിക്കണം. അമ്മയുടെ മക്കളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ലൈവ് ഒക്കെ പോകാൻ പറ്റണം. നമ്മൾ ഈ അടുത്ത ദിവസം തുടങ്ങി പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ കുർബാന ലൈവായിട്ട് ഇടാനാണ് ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. അത് മറ്റു ചാനലിലൊക്കെ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഈ ചാനലിൽ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയുടെ ലൈവായിട്ട് അമ്മയോട് ചേർന്ന് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാണ്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് വിശുദ്ധ കുർബാന നമ്മുടെ ചാനലിൽ അടുത്ത ദിവസം തുടങ്ങി നമ്മൾ ആരംഭിക്കും. അപ്പൊ ആ കുർബാനയ്ക്ക് മുമ്പ് നിങ്ങൾ നമ്മുടെ ഇതിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗങ്ങൾ അയച്ചാൽ ആ നിയോഗം വെച്ചാണ് അച്ഛൻ പ്രാർത്ഥിക്കുക. അച്ഛൻ ഈ ദിവസങ്ങളിൽ മറ്റ് ഇടവകയുടെ ശുശ്രൂഷയൊക്കെ മാറ്റി അച്ഛനൊരു ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങാണ്. അപ്പൊ ആ ധ്യാന കേന്ദ്രത്തിലെ ചെറിയ ശുശ്രൂഷകൾ, വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കുമ്പസാരിപ്പിക്കുക, അതുപോലെ തന്നെ കുർബാനയ്ക്ക് എടുത്തു വയ്ക്കുക, കുർബാന ഇല്ല, ഇത്രയും കാര്യങ്ങളുള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. മാധവ് പറഞ്ഞേക്കുന്നത് അച്ഛനോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ഈ 3 മാസം പ്രത്യേകം ഈ ഒരു കാര്യത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിലൂടെ വിശുദ്ധ കുർബാനയും ജപമാലയൊക്കെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വ തിരുനാളിന്റെ മംഗളങ്ങളെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ ഈ ക്യൂൻ ലൈവ് മീഡിയ, ആ പേര് തന്നെ പരിശുദ്ധ അമ്മയാണ് തന്നത്. ആ അമ്മയുടെ വലിയ പ്രത്യേകതയാണ്. അമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ രാജ്ഞിയായിട്ട് നിന്റെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ലൈവായിട്ട് ഇടപെടും. ഇത് ലൈവ് റിപ്പോർട്ടിങ് അതൊന്നുമല്ല, പരിശുദ്ധ അമ്മ ലൈവായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സ്റ്റാൻസ നീ പോയി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് എന്നോട് കുറെ പേര് ചോദിച്ചു, ഇടവകയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ഇനി ഇടവകയിൽ ഒരു പ്രശ്നമില്ല, എന്റെ ശാരീരികമായിട്ടുള്ള അസുഖം ഒന്നും അല്ല ഞാൻ മാറിയിരിക്കുന്നത്. അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞ് വചനം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
എഴുതിയത് ഇങ്ങനെയാണ്: നീ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ 3:11 എന്ന് പറഞ്ഞാൽ മത്തായി 3:11 അഭിഷേകം പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാലും നീ സ്നാനപ്പെടും. ഇങ്ങനെയാണ് വചനം തന്നിട്ടുള്ളത്. എന്നിട്ട് എന്നോട് പറഞ്ഞ എന്താണ്? പിശാച് നമ്മളെ താഴേക്ക് തള്ളിയിടാൻ നിൽക്കുന്നവരാണ്. താഴേക്ക് വീഴരുത്, എന്താണ് താഴേക്ക് ചാടാൻ പറഞ്ഞു. അങ്ങനെയാണ് 4:6 എഴുതിയിരിക്കുന്നത്. മത്തായി 4:6 എഴുതിയിരിക്കുന്നത് അവൻ താഴേക്ക് ചാടാൻ പറഞ്ഞു. അവൻ ചാടിയില്ല. നമ്മുടെ പിശാച് ഇങ്ങനെ താഴേക്ക് തള്ളിയിടും. അപ്പോൾ ആ ചാടാതെ കർത്താവ് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുന്ന സമയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. അത് എങ്ങനെയാണ് വചനമൊക്കെ പറഞ്ഞു തരുന്നത്? ഇന്ന് വായിച്ച തിരുവചനങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്, ലൂക്കയുടെ 14 എഴുതിയിരിക്കുന്നത്, 14 അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു രാജാവായി വന്ന് നിന്നെ, കഴുതയായ നിന്റെ പുറത്ത് കർത്താവ് ഉയർത്തു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ യേശു ഉണ്ടാവും. അവനെ അടുത്ത് വിളിച്ച് അവനെ അനുഗ്രഹിക്കും. അപ്പൊ നമുക്ക് ദൈവിക അനുഗ്രഹത്താൽ നിറയാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഇതിൽ കമന്റ് ബോക്സിൽ എഴുതിയിടണം. നമുക്കിനി വേറെ കുറേ അധികം പ്രോഗ്രാമുകളൊന്നുമില്ല. മതവുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അതിൽ ബെൽ ബട്ടൺ, ഓൾ എന്നുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ അതെല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കാണും. അല്ലാതെ അച്ഛൻ ഇങ്ങനെ എല്ലാവർക്കും പേഴ്സണലായിട്ട് അയക്കാനോ അങ്ങനെ ഒന്നും പറ്റുന്ന ഒരു സമയമല്ല. ഈ കുറഞ്ഞ സാഹചര്യത്തിൽ മതവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ജീവിതം നയിക്കണം. ചെറിയ ജീവിതം അത് അച്ഛനെ പ്രചോദിപ്പിച്ചത് ഇങ്ങനെയാണ്. അച്ഛൻ വാഗമണ്ണൊക്കെ പോയപ്പോൾ അവിടെ 4 സന്യാസിമാർ ഒരു കാടിൻ്റെ ഉള്ളിൽ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തനിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ അവർക്ക് ഭക്ഷണം പരിശുദ്ധ അമ്മ കൊണ്ടു കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇങ്ങനെ ഓരോരുത്തരോടും പറയുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം അവർ കഴിക്കുന്നു. അവരുടെ ജീവിതം വളരെ ലളിത ജീവിതം മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ നിങ്ങളോട് പറയാനുള്ള കാര്യം, അവർ സന്തോഷിക്കുന്ന പോലെ ലോകത്തിൽ ആരും സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്കൊന്നുമില്ല. TV ഇല്ല, ഫ്രിഡ്ജില്ല, കറണ്ട് ഇല്ല, ഫോണില്ല, ഒന്നുമില്ല. ആ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെ ഞാൻ കാണാൻ പോയി. അവരുടെ കൂടെ കുറച്ച് ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലുള്ള സന്തോഷത്തിൻ്റെ 1% പോലും നമുക്കില്ല. കാരണം എന്താ? നമ്മളിപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിട്ടില്ല, മാതാവിൻ്റെ കൂടെ ആയിട്ടില്ല. അപ്പം നമുക്ക് മാതാവിൻ്റെ കൂടെ ആവണം, അമ്മയുടെ മക്കളായിട്ട് ജീവിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ സ്വർഗ്ഗരാജ്ഞിയുടെ ഒരു ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് കാണണം. അത് 7 ദിവസം കാണണം. അത് നിങ്ങൾ കണ്ടാലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെയാണ് ഈ ചാനൽ കുറേ പേരൊക്കെ അറിയുള്ളൂ. മറ്റേതൊരു സെക്കുലറാണ്. നമ്മുടെ മീവിൽ എന്ന് പറയുന്ന ചാനൽ കുറേ കൂടെ സെക്കുലറും കുറേ കാര്യങ്ങൾ മറ്റ് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ഇതിൽ അങ്ങനെയല്ല, മാതാവുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നവർ കാണുന്ന ചാനലായിട്ട് ഇത് മാറണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സ്വർഗ്ഗരാജ്ഞിയായ പരിശുദ്ധാമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിവസം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.